Hello friends, welcome to our channel. അപ്പോൾ നമ്മുടെ ആക്ച്വലി ഒപ്പോന്റെ ഡിവൈസുകൾക്കും നിങ്ങൾ ചിലപ്പോൾ ഓക്സിജൻ വോയിസ് ആയാലും കളർ വോയിസ് ആയാലും ഓൾമോസ്റ്റ് സിമിലർ ആണല്ലോ. നമ്മുടെ ലേറ്റസ്റ്റ് ജൂൺ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഞാൻ ഒപ്പോന്റെ ഡിവൈസ് ഉപയോഗിക്കുന്നത് Find X9 ആണ്. ഇപ്പോൾ Find X9 S-ലായാലും ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. ജൂണിന്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ചെറിയൊരു ക്വിക്ക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ അത് ഇന്നലെയാണ് ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു കുറച്ച് ഒരു ഹവേഴ്സായി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തൊക്കെയും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടോ, അത് അപ്ഡേറ്റ്സ് ചെയ്യണോ, അതൊക്കെയാണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ OS അപ്ഡേറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് കളർ OS എന്ന് പറയുമ്പോൾ വേർഷൻ പറയുന്നത് 16.0.8.301 ആണ് അതിൻ്റെ അപ്ഡേറ്റിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചില സമയത്ത് ഓക്സിജനോസിലായാലും കളർ OSലായാലും ചില അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് ചിലതിന്. അപ്പോൾ അതുപോലെ ഈ 16.0.8.301 ഒരു അപ്ഡേറ്റ് ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നതിൽ എന്തൊക്കെ അപ്ഡേറ്റ് പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇനി ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് യു ക്യാൻ നൗ കണക്ട് യുവർ ഫോൺ ടു 2 pairs ഓഫ് ബ്ലൂടൂത്ത് ഇയർഫോൺ. അതായത് സെയിം ടൈമിൽ നമുക്ക് 2 ബ്ലൂടൂത്ത് ഇയർഫോണിലേക്ക് ഇനി കണക്ട് ചെയ്യാൻ പറ്റും ഒപ്പോന്റെ ഡിവൈസുകൾക്കും ഓക്സിജൻ വോയിസിലും. അതൊരു നല്ല അപ്ഡേറ്റ് ആണ്. പിന്നെ വെദർ ആപ്പ് ഹോം പേജ് ഡിസ്പ്ലേ മൂൺ റൈസസ്, മൂൺ സെറ്റ്, ലൂണാർ ഫേസ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇനി നമ്മുടെ വെദർ ആപ്പിൽ കാണിക്കും. പിന്നെ ആഡ് സപ്പോർട്ട് ഫോർ ക്വിക്ക് ആപ്പ് സ്വിച്ചിങ് ഇൻ ഔട്ട്ഡോർ മോഡിൽ നമുക്ക് ആപ്പ് സ്വിച്ചിങ് പെട്ടെന്ന് ക്വിക്ക് ആപ്പ് സ്വിച്ചിങ് ചെയ്യാനുള്ള ഒരു ആഡ് സപ്പോർട്ടും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗെയിം ക്യാപ്ചറിന് സപ്പോർട്ട് അപ് ടു 2K സ്ക്രീൻഷോട്ട്സ്. നമുക്ക് ഗെയിമിങ്ങിൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ 2K സ്ക്രീൻഷോട്ട് വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പുതിയ സംഭവം ഗെയിം അസിസ്റ്റന്റ് ടൂൾസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇംപ്രൂവ്സ് ദ കാറ്റഗറീസ് വ്യൂസ് ഇൻ ദ ആപ്പ് ഡ്രോയർ ബൈ ഡ്രായിങ്. നമുക്ക് കാറ്റഗറി വ്യൂ ഉണ്ടല്ലോ ആപ്പ് ഡ്രോയറിൽ, അതിൻ്റെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഫീച്ചേഴ്സ് ആഡ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ സെക്യൂരിറ്റിയിൽ നമുക്ക് ഇനി അക്സസിബിലിറ്റി പെർമിഷൻ ജസ്റ്റ് 1 ടാപ്പിൽ തന്നെ നമുക്ക് ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല പരിപാടിയാണ്. പിന്നെ അത് എന്താ ഗുണം എന്ന് വെച്ചാൽ ഇഫ് ആപ്സ് ഫ്രം ഔട്ട്സൈഡ് ഒഫീഷ്യൽ സ്റ്റോർ അറ്റംപ്റ്റ് റിസ്കി ആക്ഷൻസ് യു വിൽ ഗെറ്റ് എ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ പെർമിഷൻസ് ഒക്കെ എടുത്ത് കളയാൻ പറ്റും. നല്ല പരിപാടിയാണ്. പിന്നെ നമുക്കിതിൽ ജൂൺ 2026 സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് നമുക്കിതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്രയാണ് ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. 1.2 GB സൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എനിക്ക് ആക്ച്വലി ബാറ്ററി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത പോലെ തോന്നിയിട്ടാണ്. എന്ന് വെച്ചാൽ ബാറ്ററി ഡ്രെയിൻ ഇതെൻ്റെ സെക്കൻഡറി ഡിവൈസാണ്. അതെൻ്റെ ഇപ്പോൾ ഇത് കിടക്കുന്നത് ജിയോ തന്നെയാണ്, BSNL ആയിരുന്നു. ഇപ്പോൾ ഞാൻ ജിയോയിലേക്ക് പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാറ്ററി ഡ്രെയിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇല്ല എന്ന് തന്നെ പറയാവുന്ന പോലെ. ഞാൻ ഇന്നലെ രാത്രി വയ്ക്കുമ്പോഴും 58 തന്നെയായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ഇവിടെ കാണാം 58 തന്നെ ഇപ്പോഴും വന്നേക്കുന്നത്. ഇപ്പോൾ ഇതാണ് സംഭവം വന്നേക്കുന്നത്. അപ്പോൾ ബാറ്ററി ഡ്രെയിൻ തീരെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ അതുപോലെ കുറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തൊരു സംഭവം. പിന്നെ പെർഫോമൻസിലൊന്നും അല്ലെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഓൾറെഡി കളർ വോയിസിലും ഓക്സിജൻ വോയിസിലും ബഗ്ഗുകൾ ഭയങ്കര കുറവാണ്. ബാറ്ററി ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി തോന്നിയത്. പിന്നെ പെർഫോമൻസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്, നല്ല ബട്ടർ സ്മൂത്ത് ആണ്. പിന്നെ ചിലത് പുതിയതായിട്ട് 2-3 വാൾപേപ്പേഴ്സ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നോർമലി അങ്ങനെ സെപ്പറേറ്റ് വാൾപേപ്പേഴ്സ് ഒന്നും ആഡ് ചെയ്യാറില്ല. ചിലത് ഞാൻ ഒരു വീഡിയോ വാൾപേപ്പേഴ്സ് ഒക്കെ ചിലപ്പോൾ സമയത്ത് ഇടാറുണ്ട്. അതല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓക്സിജനോ അല്ലെങ്കിൽ OnePlus യൂസർ ആണെങ്കിലും ഒപ്പോ യൂസർ ആണെങ്കിലും സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്യാവുന്ന ഒരു ജൂൺ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ചെയ്യാൻ മറക്കേണ്ട ഫീച്ചേഴ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇപ്പോൾ TWS ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ എക്സ്ട്രാ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. വേറെ ഇഷ്യൂസ് ഒന്നും നമ്മൾ ഫേസ് ചെയ്ത് കണ്ടില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കുറച്ച് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഓക്സിജൻ വോയിസിലൊക്കെ കുറച്ച് കാലം മുമ്പ് 16 വേർഷനിൽ തന്നെ ചില അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പുതിയൊരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഈ അപ്ഡേറ്റിൽ അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നും ഞാൻ കണ്ടില്ല. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ സാംസങ് ആയാലും ചില അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ലോക്കിംഗ് വരുന്നുണ്ട്. അത് ചില അപ്ഡേറ്റിന് ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് വലിയ പ്രോബ്ലം ഒന്നും തോന്നിയില്ല. പിന്നെ ഇപ്പോൾ ഒപ്പോൻ്റെ പുതിയ ഡിവൈസുകൾക്കൊന്നും ഗ്രീൻ ലൈൻ ഇഷ്യൂ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഇതിൽ ഞാൻ ഒരു ബഗ്ഗും ഇതുവരെയായിട്ട് നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ബഗ് ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധനം കേട്ടോ. ഒരു സംഭവങ്ങളും നമ്മൾ കണ്ടില്ല. അതുപോലെ തന്നെ ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ചെയ്യാൻ മറക്കേണ്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ പോയിട്ട് ആൻഡ്രോയിഡിൽ നമ്മുടെ നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കുന്നു OnePlus ആയാലും ഇതായാലും അപ്ഡേറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. എന്നിട്ടും വന്നിട്ടില്ലെങ്കിൽ മുകളിലത്തെ 3 ഡോട്ടിൽ കയറിയിട്ടും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 16.0.8.0.1 ആണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്നിക്കൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റ് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ ഈസി ആയിട്ട് തന്നെ റെഫർ അല്ലെങ്കിൽ ത്രൂ അപ്ലൈ ചെയ്യാൻ പറ്റും. എലിജിബിലിറ്റി നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. നോക്കാൻ മറക്കണ്ട. താഴെ കൊടുത്തിട്ടുണ്ട് JMG.banksupport.in. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു കാണാം.